ഇന്നലെ ജനം ടി വി ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരുന്നു. അരുൺ കൊടുങ്ങൂരിന്റേതായിരുന്നു ആ എക്സ്ക്ലൂസീവ്. അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി ബിന്ദു അമ്മിണി. അയ്യപ്പ ഭക്തസംഘവുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തുമായി ബിന്ദു അമ്മിണി രംഗത്തെത്തിയത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ തന്നെയും പങ്കെടുക്കാൻ അനുവദിക്കണം എന്നാണ് കത്തിൽ ആവശ്യം. അതിനും അപ്പുറം അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന തനിക്കും മറ്റു സ്ത്രീകൾക്കും കേരള സർക്കാർ സുരക്ഷയും ആവശ്യമായ ക്രമീകരണവും ചെയ്തു തരണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുകയാണ് ബിന്ദു അമ്മിണി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ആചാര ലംഘനത്തിന് വേണ്ട ക്രമീകരണവും സുരക്ഷയും ഒരുക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ബിന്ദു അമ്മിണി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ട കാഴ്ചയാണ് പോലീസ് വലയത്തിൽ, പോലീസ് സംരക്ഷണത്തിൽ ആചാര ലംഘനം ശബരിമലയിൽ നടന്നത്. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഘവുമായി ആഗോളതലത്തിൽ സംഘവുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ശബരിമല കർമ്മസമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ, വിശ്വാസികളുടെ സംഘടനകൾ ചോദ്യം ചെയ്യുന്നു. ഉദ്ദേശം എന്താണ്, ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്: സർക്കാരിനോടും ഈ ആരാണോ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഇത് ഉപദേശിക്കുന്നവരും മറക്കരുത്, മറക്കില്ല ശബരിമല. പ്രജിത് മോഹനൻ. അത് സർക്കാർ മറക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദീപ്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിനുള്ള ആത്മാർത്ഥത എന്താണ് എന്നുള്ളതിനുള്ള ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ പങ്കെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് ആരൊക്കെയാണ് എന്നുള്ള ചോദ്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നവമാധ്യമങ്ങളിലൊക്കെ ഈ ബിന്ദു അമ്മിണിയെയും രഹ്ന ഫാത്തിമയും പോലെയുള്ള ആളുകളാണ് സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ, അതായത് ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സ് നോവിച്ച, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയ അതേ ആളുകൾ തന്നെയാണ് സർക്കാർ നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു യാദൃച്ഛികതയായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഹിന്ദു സംഘടനകളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ബിന്ദു അമ്മിണിയെ വീണ്ടും കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു സംഘടനാ നേതാവ് പറഞ്ഞതാണ്, ബിന്ദു അമ്മിണിയെ വീണ്ടും ശബരിമലയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് CPM-ഉം സർക്കാരും ഒക്കെ തന്നെയാണ്. ഈ അയ്യപ്പ വിശ്വാസത്തെ എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയൊക്കെ തകർക്കാനുള്ള ശ്രമവുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് കണ്ടതാണ്. അന്ന് സർക്കാർ സ്വീകരിച്ച അതേ ഒരു അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒക്കെ നിലപാടാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായതെന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശരീരപക്ഷ ഭാഷ, അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പന്റെ ആളുകൾക്ക് വേണമെങ്കിൽ വരാമട്ടോ എന്ന് തുടങ്ങിയിട്ടുള്ളൊരു പുച്ഛവും പരിഹാസവും ഒക്കെ നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഹിന്ദു സംഘടനാ നേതാക്കളൊക്കെ ഉയർത്തിക്കഴിഞ്ഞു. വലിയ വിമർശനങ്ങൾ ഒരു കോണിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ബിന്ദു അമ്മിണി നടത്തുന്നത് കൃത്യമായി ഹൈന്ദവ വിശ്വാസികളെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള കൂടി വിമർശനങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവർ സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കാൻ വരുമെന്നുള്ള ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് അത്രയധികം വിവാദമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് അവർ വീണ്ടും ഈ പറയുന്ന രീതിയിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് വീണ്ടും ശബരിമലയിൽ ദർശനം നടത്താൻ അനുവദിക്കണം എന്ന രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടപ്പോഴാണ് ബിന്ദു അമ്മിണി വീണ്ടും ഈ പറയുന്ന രീതിയിൽ അന്ന് എങ്ങനെയാണോ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചത്, അതുപോലെ ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അവർ നവമാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഒരു സംഘർഷം ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനോ ഒക്കെയുള്ള ശ്രമം ലക്ഷ്യമിട്ടുള്ള ഒരു ശ്രമം കൂടിയാണത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അന്ന് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള പ്രശ്നങ്ങൾ സമാനമായ രീതിയിലേക്ക് ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും ഒക്കെ തള്ളിവിടാനുള്ള ഒരു നിലപാട് കൂടിയാണ് ബിന്ദു അമ്മിണി ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ സർക്കാർ എന്തായാലും പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം എന്താണോ കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് കണ്ടത്, സമാനമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ അത് വീണ്ടും ഒരു പ്രശ്നങ്ങളൊക്കെ കാര്യമായിരിക്കാം. പക്ഷേ അപ്പോഴും സർക്കാർ വരുന്ന സമയങ്ങളിൽ ഇതേ അനുകൂല നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ ഹിന്ദു വിരുദ്ധതയുടെ ഒരു കേന്ദ്രമായി മാറിയിരുന്നു. ആദ്യം ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സനാതന ധർമ്മ വിരുദ്ധനായിട്ടുള്ള MK സ്റ്റാലിനെ തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് മുഖ്യാതിഥിയാക്കാൻ സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രി നേരിട്ട് തമിഴ്നാട്ടിൽ പോയി എന്നുള്ളതാണ്. ആ സ്റ്റാലിനെ ക്ഷണിച്ച് സ്റ്റാലിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് വലിയ ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് സ്റ്റാലിന് പകരം ഈ
മറ്റ് മന്ത്രിമാർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് കാരണമായത് കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാൽ അയ്യപ്പ വിശ്വാസികളുടെ, ഹൈന്ദവ വിശ്വാസികളുടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിൻ ഇതിൽ നിന്ന് പിന്മാറിയത്. പ്രത്യേകിച്ച് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അടുത്തിടെ സനാതന ധർമ്മം ഇല്ലാതെയാക്കേണ്ടതാണെന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അത്തരം ഒരു പ്രസംഗം നടത്തിയ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഞാൻ പ്രജിത്തിലേക്ക് തിരികെ എത്താം. ഉറപ്പായിട്ടും അരുൺ കൊടുങ്ങൂരിലേക്ക് ഒന്ന് പോവുകയാണ്. അരുൺ കൊടുങ്ങൂർ ഇന്നലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ പല ചാനലുകളും ശ്രദ്ധിച്ചിരുന്നു. എവിടെയും കണ്ടില്ല ഇങ്ങനെയൊരു വാർത്ത. ഇത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? ബിന്ദു അമ്മിണി ഒരു താരമായതുകൊണ്ടല്ല. ബിന്ദു അമ്മിണി ഒരു ബിംബമാണ്. ബിന്ദു അമ്മിണി ഒരു സൂചനയാണ്. ബിന്ദു അമ്മിണി ചിലതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ശബരിമലയുടെ ഓർമ്മപ്പെടുത്തൽ, മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ഹൈന്ദവ സംഘടനാ നേതാക്കളെ, അതല്ലെങ്കിൽ സംഘടനകളെ, ഭക്തരുടെ സംഘടനകളെ ഒന്നും ഇത് അറിയിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും വരാം, ഭക്തർക്ക് വേണമെങ്കിലും വരാം, അയ്യപ്പന്റെ ആൾക്കാർക്കും വരാം എന്ന്. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തം. ഒന്ന്, പിന്നെന്തിനാണ് ഈ പുച്ഛം? അയ്യപ്പന്റെ ആൾക്കാർ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെ? ഭക്തർക്ക് വേണമെങ്കിൽ വരാമെന്ന്. മറന്നു പോകുന്നത് ഈ ഭക്തരുടെ കാരുണ്യം, ഈ ഭക്തരുടെ കൈനീട്ടം കൊണ്ടാണ് അവിടെ നിന്ന് കോടികൾ വാരി പലയിടത്ത് ചെലവഴിക്കുന്നത്. ഒന്ന്. രണ്ട്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ് ലക്ഷ്യം? സംഗമം നടത്താം, ആർക്കും നടത്താം. അയ്യപ്പ ഭക്ത സംഗമം പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ പമ്പയിൽ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടുന്നത് സ്വാഭാവികം. കാരണം സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിൽ എവിടെയും പറഞ്ഞിരുന്നില്ല ഇത്ര ദിവസത്തിനകം 3 അവിശ്വാസികളെ, അതല്ലെങ്കിൽ വിശ്വാസത്തെ പരിഹസിക്കുന്നവരെ കൊണ്ട് അവിടെ പോലീസ് സംരക്ഷണയിൽ, പോലീസ് യൂണിഫോമിൽ പൊതിഞ്ഞ് മുകളിൽ കയറ്റി ആചാരലംഘനം നടത്തി തിരിച്ചുവാ എന്ന് പറഞ്ഞിരുന്നില്ല. പലരും ഉപദേശിച്ചതാണ്, ധൃതി കാണിക്കരുത്, എല്ലാവരുമായി ചർച്ച നടത്തുക, സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്ന്. സുപ്രീം കോടതിക്ക് കാലക്രമത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷേ ഇവിടെ ചിലർ നവോത്ഥാന നായകന്മാരാകാനായി, വെങ്കല പ്രതിമയാകാനായി മോഹിച്ചു നടന്നു, അതല്ലെങ്കിൽ മോഹിപ്പിച്ചു. അതിൻ്റെ ഫലമാണ് ശബരിമലയിൽ കണ്ടത്. ഒടുവിൽ അവർക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള ചോദ്യത്തിനൊപ്പം ഇതൊരു ഓർമ്മപ്പെടുത്തലിനുള്ള അവസരം കൂടിയാണ്. അരുൺ കൊടുങ്ങൂർ, എങ്ങനെ ആണ് ഇതിൻ്റെ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക? തീർച്ചയായും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഓർമ്മപ്പെടുത്തലിനപ്പുറത്തേക്ക് ഒരു നീർന്ന ഓർമ്മ എന്ന് തന്നെ വേണം അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ ബിന്ദു അമ്മിണിയുടെ പേര് ഓർക്കുക. കാരണം ശബരിമലയുടെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പരിപാവനമായ ആചാരങ്ങൾ അരക്കാൻ വേണ്ടി സർക്കാരിനൊപ്പം തന്നെ നിന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തരുടെ കണ്ണീർ വീണ ആ ഒരു ദിവസം, ജനുവരി 2-ാം തീയതി, ആ ഒരു ദിവസം ഒരിക്കലും ഒരു ഭക്തർ മറക്കില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പേരും മറക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക്, പവിത്രമായ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് താൻ കൂടി എത്തും എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ബിന്ദു അമ്മിണി പ്രഖ്യാപിച്ചത്. ഇത് വലിയ വാർത്തയാകും. മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. പക്ഷെ ആരും ഈ ഒരു വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എന്ന രീതിയിൽ വീണ്ടും ബിന്ദു അമ്മിണി രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നു, 20-ാം തീയതി നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, തനിക്കും തന്നെ പോലെ ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകണം. തങ്ങൾക്ക് അയ്യപ്പ ദർശനം സാധ്യമാക്കണമെന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന്, അതായത് 2000 യുവതീ പ്രവേശനത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിൽ അന്ന് ചെയ്ത പോലെ തന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കി തങ്ങളെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൃത്യമായി തന്നെ അവർ
ഓർമ്മിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും മിണ്ടാൻ ദേവസ്വം അധികൃതരോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ ഒന്നും തയ്യാറാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ അയ്യപ്പ ഭക്ത സംഗമം അത് പ്രഖ്യാപിച്ച ആ സമയത്ത് അത് വലിയ വിവാദമാകുന്നതിന് മുമ്പ് തന്നെ ഹൈന്ദവ സംഘടനകൾ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു. ദേവസ്വം ബോർഡ് നടത്തേണ്ട ഈ അയ്യപ്പ ഭക്ത സംഗമം എന്തിനാണ് മതേതര സർക്കാർ നടത്തുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, 3000-ഓളം ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ആരൊക്കെയാണ് ഈ 3000 പേർ? ഈ ഭക്തരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ആഗോള തലത്തിലുള്ള ഭക്തരെ ക്ഷണിക്കും എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനും കൃത്യമായ മറുപടി പറയാൻ പറ്റിയില്ല. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? അതായത് ശബരിമലയുടെ ഖ്യാതി വീണ്ടും വീണ്ടും ഉയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണോ നിങ്ങൾക്കുള്ളത്? അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായുള്ള താല്പര്യമാണോ? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലക്ഷ്യമാണോ? ഈ കാര്യങ്ങൾ അക്കമിട്ട് കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ ഓരോ സമയത്തും ചോദിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ ഉത്തരം നൽകാതെ ഒളിച്ചോടുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പുച്ഛിച്ച് സംസാരിക്കുന്നത് സാക്ഷര കേരളം കേട്ടതാണ്. അതിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറയുന്നു, ആരെയൊക്കെയെങ്കിലും വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ഭക്തർക്കും ഇവിടെ പങ്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നു. അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ, ശബരിമല വിഷയത്തിൽ ശബരിമലയുടെ പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ, ശബരിമലയുടെ സമഗ്രമായ വികസനത്തിൽ സർക്കാർ കാണിക്കുന്ന പൊള്ളത്തരം അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന പൊള്ളത്തരം അത് തുറന്നു കാട്ടുക കൂടിയാണ് ഹൈന്ദവ സംഘടനകൾ ചെയ്തത്. അതിൽ അവർ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, യുവതീ പ്രവേശത്തിന് അനുകൂലമായ ഒരു സത്യാമൂലമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഭക്തരെ സംബന്ധിച്ച് അരുണിലേക്ക് തിരിച്ചെത്താം. അരുൺ തുടരുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇടവേളയെ കുറിച്ച് ചില കമന്റ്സ് കൊണ്ട് തീർച്ചയായിട്ടും ഇടവേള വേണം, ഇടവേള എടുക്കണം. കാരണം ഇത് കള്ളക്കടത്ത് കൊണ്ടുള്ള പൈസ ഇല്ല ഇവിടെ. ബോണസ് മാത്രമല്ല, ശമ്പളം കൊടുക്കണം, ഈ ചാനൽ നടത്തണം, കോടികളുടെ ചെലവുണ്ട്, വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ആധുനിക രീതിയിൽ ഈ ചാനലിന്റെ റീലോഞ്ച് താമസിയാതെ നമുക്ക് കാണാം. അതിന് നമുക്ക് വിദേശത്ത് നിന്ന് പണം വരുന്നില്ല. കാടോ നാടോ കട്ടിയോ വെട്ടിയോ മുടിച്ചുള്ള പണമില്ല. അതുകൊണ്ട് ഇടവേളകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു തന്നെ പോകണം. വേഗം തിരികെ എത്താം. ഗോപോ നന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഗോപോ നന്ദിര ജിമാർ, കേരളത്തിൽ എല്ലായിടത്തും. Warrior shirts and Warrior Vastra ethnic collections. Warrior for the warriors of life. Richmax Finvest പൊന്നിലൂടെ മുന്നേറും. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. 20 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി അജ്മൽ ബിസ്മിയിൽ നല്ലോണം പൊന്നോണം. ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒപ്പം കാർ, ബൈക്ക്, ഹോം അപ്ലയൻസസ് തുടങ്ങി മറ്റനവധി സമ്മാനങ്ങളും കൂടാതെ പ്രമുഖ ബാങ്കുകളുടെ കാർ ഓഫറുകളും. ഈ ഓണം പൊന്നോണമാക്കാം അജ്മൽ ബിസ്മിക്കൊപ്പം. കരമുണ്ടുകൾ കഥകളിയാടും നേരം, മലയാള മുണ്ടുകൾ കൊട്ടും താളം, പോലെ നീളൻ
സദ്യ കൂട്ടുകൾ വേണം, തറികൾ നിറനിറയും പൂക്കോളം. രാംരാജ്, ഈ ഓണത്തിന്റെ വിശേഷമുണ്ട്. ഈ ഓണം മൈജിക്കൊപ്പം പുതുമയുടെ ആഘോഷമാക്കാം. ഈ ഓണക്കാലത്ത് സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ് അങ്ങനെ എല്ലാ ഡിജിറ്റൽ ആക്സസറികൾക്കും ഇഷ്ടം പോലെ കളക്ഷൻ, ഇഷ്ടം പോലെ വിലക്കുറവ്, കുറഞ്ഞ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ. ഇതിനൊക്കെ പുറമെ മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ. ഒരിക്കൽ കൂടി അരുൺ കൊടുങ്ങൂരിലേക്കും പിന്നാലെ പ്രജിത്തിലേക്കും പോകാം. അരുൺ കൊടുങ്ങൂർ, ഭക്തജന സംഗമം ആണെന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തർ വേണ്ടേ? അയ്യപ്പ ഭക്തർക്ക് വേണമെങ്കിൽ വരാം എന്ന് പറയുന്നു. പിന്നെ അയ്യപ്പന്റെ ആൾക്കാർക്കും, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചെന്താണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സ്വരം പരിഹാസത്തിൻ്റെതാണ്. അപ്പോൾ ലക്ഷ്യം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പോ, പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കലോ, മനഃപൂർവ്വമായ പ്രകോപനമോ? തീർച്ചയായും അയ്യപ്പന്റെ ആൾക്കാർ അത് ആരൊക്കെയാണെന്ന് തെരഞ്ഞെടുപ്പിലൂടെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് മനസ്സിലായതാണ്. കനത്ത തിരിച്ചടി, കനത്ത പ്രഹരം, CPM-ന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു തിരിച്ചടി നൽകിയ അയ്യപ്പന്റെ ആൾക്കാരുള്ള ഒരു നാട് തന്നെയാണ്. അതിൽ നിന്നുമെല്ലാം തന്നെ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സമൂഹം കൂടിയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ SCR കുമാർ, ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ പറഞ്ഞ പോലെ തന്നെ 2018 ഹിന്ദുവല്ല, സ്വാഭിമാന ഹിന്ദുവാണ്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഏതു തരത്തിലുള്ള സനാതന ധർമ്മത്തിനെതിരെ എത്ര വലിയ വെല്ലുവിളി വന്നാലും അതിനെ ചെറുക്കാൻ കൃത്യമായി ശക്തിയുള്ള തന്റെ ഇടമുള്ള ഒരു ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ ജനതയുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഏതു തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയാലും തങ്ങൾക്ക് ആശങ്കയില്ല. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായുള്ള ഒരു ഉറപ്പ്, വിശ്വാസം അത് തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യങ്ങൾ കൂടി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം സത്യാമൂലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ അയ്യപ്പ ഭക്ത സംഗമം ആ ശബരിമലയുടെ വിശ്വാസം സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ അയ്യപ്പന്മാരെ കൂട്ടിയിണക്കി ഒരു വലിയ മഹാസംഗമം നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി പോകുന്നു. ആ സമയത്ത് ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന സമയത്താണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം. യുവതീ പ്രവേശനത്തിന് അരുൺ കൊടുങ്ങൂരിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ആരുടെ അജണ്ടയാണെങ്കിലും മറ്റാരും ഇത് ചൂണ്ടിക്കാട്ടാൻ ഒരുപക്ഷെ ധൈര്യപ്പെട്ടിട്ടില്ല. അതല്ലെങ്കിൽ പലരും ആ അജണ്ടയുടെ ഭാഗമായിരിക്കാം. നമ്മൾ പണ്ടും കണ്ടതാണ്. നിവൃത്തിയില്ലാതെ ഭക്തജനങ്ങളുടെ അരുവി നദിയായി, പുഴയായി, മഹാസാഗരമായപ്പോഴാണ് പലരുടെയും കണ്ണു തുറന്നത്. ആ കാഴ്ച ഒരിക്കൽ കൂടി കാണാമായിരിക്കും. ഒരിക്കൽ കൂടി പ്രജിത്തിലേക്ക് പോകുന്നു. പ്രജിത്ത്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തോട് മറ്റാരും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല അല്ലേ? ഭക്തർക്ക് വേണമെങ്കിൽ വരാം, അയ്യപ്പന്റെ ആൾക്കാർക്കും വേണമെങ്കിൽ വരാമെന്നുള്ളത്. അദ്ദേഹം എന്തോ ഔദാര്യം പറയുന്നത് പോലെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ എന്തായാലും ഈ പരിപാടി നടത്തി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സമീപനം. നേരത്തെയും അദ്ദേഹം ശബരിമലയുടെ വിഷയത്തിൽ പലപ്പോഴും അത്തരം സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ അല്ലെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്കുള്ള പ്രതീക്ഷ പോലും ഇല്ലാതാക്കുന്ന സമീപനമാണ് ഈ ശബരിമലയും അദ്ദേഹം സ്ഥിരമായി സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ ശരീരഭാഷ ആ ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ശബ്ദവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പുച്ഛവും ഒക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ പിണറായി വിജയൻ അത് അത്തരം തനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ തനിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പുച്ഛിക്കണമെങ്കിൽ അത് അദ്ദേഹം എപ്പോഴും പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിലൊന്നും അദ്ദേഹം കുറച്ച് വെക്കുന്ന ഒരാളുമല്ല. പക്ഷെ അതേ സമീപനമാണ് അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിലും സ്വീകരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രദീപ്, ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഈ പേരിൽ ഈ പരിപാടി നടത്തുമ്പോൾ ഈ ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അപ്പോൾ ബിന്ദു അമ്മണി ആര് എന്നുള്ള ചോദ്യത്തിന് ബിന്ദു അമ്മണിക്ക് രാഷ്ട്രീയ സ്വഭാവം ഒക്കെ ഒരു അർബൻ നക്സലുകളുടെ സ്വഭാവമാണ്. അപ്പോൾ അവരൊന്നും ഒരു വിശ്വാസിയല്ല എന്നുള്ള കാര്യത്തിൽ പണ്ട് പലവട്ടം കലാകാരങ്ങളിൽ ചർച്ചകളൊക്കെ വന്നതുമാണ്. അപ്പോൾ അത്തരം ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യം. ഇന്ന് ആദ്യഘട്ടത്തിൽ ഞാൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ഞാനും പോകുന്നുണ്ട് എന്ന് മാത്രം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ബിന്ദു അമ്മണി പിന്നാലെ വീണ്ടും പോസ്റ്റ് ഇടുകയാണ്. താൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക മാത്രമല്ല തനിക്ക് ശബരിമലയിൽ ദർശനം നടത്തണം എന്നുള്ളതും അതിന് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തനിക്ക് സുരക്ഷ തന്ന് തങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. കൃത്യമായി അവരുദ്ദേശിക്കുന്നത്
എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാർ ഈ അയ്യപ്പ സംഗമത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, വിശ്വാസികളുടെ ഒരു സംഗമമാണെങ്കിൽ, അയ്യപ്പ ഭക്തരുടെ സംഗമമാണെങ്കിൽ അയ്യപ്പ ഭക്ത സംഘടനകൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടാവേണ്ടത് സ്വാഭാവികതയാണ്. അത് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി രക്ഷാധികാരിയായി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇതിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രാതിനിധ്യം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളത്. കേരളത്തിൽ ഒരു സാമുദായിക ഉണ്ടായിരുന്നു നവോത്ഥാനം സംരക്ഷിക്കാൻ ഒരു സമിതി, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഏതായാലും ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുകയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട തലക്കെട്ടുകളുമായി തിരികെ എത്താം.